ഭാഗ്യം എന്നത് ഒരു യാഥാർത്ഥ്യമാണോ അതോ വെറും തോന്നലാണോ? നമ്മുടെ എല്ലാം അസ്തിത്വത്തിന്റെ തന്നെ ഉത്തരം ആ 2 അക്ഷരങ്ങളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റൂ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. നിങ്ങളുടെ കണ്ണുകൾ വെളിച്ചത്തെ ട്രാക്ക് ചെയ്യുന്നു, ചെവികൾ ശബ്ദം ഡീകോഡ് ചെയ്യുന്നു, നിങ്ങളുടെ തലച്ചോർ ഇതെല്ലാം പ്രോസസ്സ് ചെയ്യുന്നു. ഇതെല്ലാം പ്രോസസ്സ് ചെയ്യുന്ന നിങ്ങളുടെ ചിന്തകളിലേക്ക് കോടിക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള ആ ചോദ്യം കടന്നു വരികയാണ്: നമ്മളൊക്കെ ശരിക്കും എങ്ങനെയാണ് ഉണ്ടായത്? ഈ ചോദ്യം കണ്ട ഉടനെ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കും. അല്ല, പറഞ്ഞ പോലെ ശരിക്കും നമ്മളൊക്കെ എങ്ങനെയാ ഉണ്ടായേ? കോടാനുകൂടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉള്ള ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ അറിവിൽ ഇതുവരെ ജീവൻ എന്ന പ്രതിഭാസം നമ്മുടെ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. അതെന്താ അങ്ങനെ? ഭൂമി നമുക്ക് വേണ്ടി എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്, അല്ലേ? അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ആരോ കൃത്യമായി ഡിസൈൻ ചെയ്തതാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് തോന്നും. നമുക്ക് വേണ്ടി മാത്രം ഒരു വലിയ ശില്പി ഉണ്ടാക്കിയ ഒരു കോസ്മിക് ടെറേറിയമാണിതെന്ന് തോന്നും, അല്ലേ? പക്ഷേ സത്യം അതിലും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു ബ്ലൂ പ്രിന്റോ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയോ ഇവിടെ ഉണ്ടായിരുന്നില്ല. 13.8 ബില്യൺ വർഷങ്ങളായി പ്രപഞ്ചം ഒരു ഡൈസ് ഉരുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഡൈസിൽ നമുക്ക് അനുകൂലമായി വീണ ഒരു വലിയ ഭാഗ്യമാണ് നമ്മുടെ ഈ അസ്തിത്വം. ഇതൊരു വലിയ കോസ്മിക് ലോട്ടറിയാണ്. കോടിക്കണക്കിന് ഗ്രഹങ്ങൾ തോറ്റുപോയ ആ ലോട്ടറിയിൽ എല്ലാ വിന്നിംഗ് നമ്പേഴ്സും അടിച്ച ഒരേ ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തുടക്കമിട്ട ആ പ്രക്രിയ ഇന്നും ഈ നിമിഷം വരെയും അവസാനിച്ചിട്ടില്ല. അത് തുടരുകയാണ്. നമ്മളൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അല്ല. യൂണിവേഴ്സ് ഇപ്പോഴും ആ ഡൈസ് റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരവും എന്നാൽ മനോഹരവുമായ ഒരു കോസ്മിക് എവല്യൂഷന്റെ ചെറിയ ഒരു സ്നാപ്ഷോട്ട് മാത്രമാണ്. അപ്പോൾ നശിച്ചു പോകാൻ ലക്ഷക്കണക്കിന് കാരണങ്ങൾ ഉണ്ടായിട്ടും വലിയ ഒരു കോസ്മിക് യുദ്ധഭൂമിയിൽ നിന്നും ആരും ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരു പാറക്കഷ്ണം ജീവൻ തുടിക്കുന്ന നമ്മുടെ ഈ ഭൂമിയായി മാറാൻ മാത്രം എന്ത് അത്ഭുതമാണ് ഇവിടെ സംഭവിച്ചത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. ആസ്ട്രോ 82ലേക്ക് സ്വാഗതം. സത്യത്തിൽ അതൊരു അത്ഭുതമായിരുന്നില്ല, മറിച്ച് പ്രപഞ്ചം നമുക്ക് നൽകിയ ചില ഭാഗ്യങ്ങളായിരുന്നു. അത്തരത്തിൽ ഭൂമിയെ ഇന്നും സുരക്ഷിതമായി നിലനിർത്തുന്ന ആ വലിയ കോസ്മിക് കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ വലിയ ലോട്ടറിയിലെ ആദ്യത്തെ സമ്മാനം നമ്മുടെ സൂര്യൻ തന്നെയായിരുന്നു. ജീവിക്കാൻ പാകത്തിലുള്ള ഒരു ചുറ്റുപാട് സൂര്യൻ നമുക്ക് നൽകി. എപ്പോഴും പൊട്ടിത്തെറിക്കുന്ന ഡെഡ്ലി റേഡിയേഷൻ ഫ്ലൈറ്റ്സ് പുറത്തേക്ക് വിടുന്ന ഒരു വയലന്റായ നക്ഷത്രമായിരുന്നില്ല നമുക്ക് വേണ്ടിയിരുന്നത്. മറിച്ച് ശാന്തമായ, സ്റ്റേബിളായ, ബില്യൺ കണക്കിന് വർഷങ്ങൾ ഒരേപോലെ ചൂട് നൽകി നിലനിൽക്കുന്ന ഒരു ജി ടൈപ്പ് സ്റ്റാർ ആയിരുന്നു. ഭാഗ്യവശാൽ നമ്മുടെ സൂര്യൻ കൃത്യമായി അങ്ങനെയുള്ള ഒന്നാണ്. പിന്നെ വേണ്ടിയിരുന്നത് ആ നക്ഷത്രത്തിൽ നിന്നും കൃത്യമായ അകലത്തിലുള്ള ഒരു ഓർബിറ്റ് ആയിരുന്നു. ദ ഗോൾഡിലോക്ക് സോൺ. സൂര്യനോട് കുറച്ചുകൂടി അടുത്തായിരുന്നെങ്കിൽ ഭൂമിയിലെ കടലുകൾ മുഴുവൻ തിളച്ച് ആവിയായി സ്പേസിലേക്ക് പോയി. കുറച്ചുകൂടി അകലെയായിരുന്നെങ്കിലോ ഭൂമി ഉറഞ്ഞ് കട്ടിയായ ഒരു ഡെഡ് ഐസ് ബോൾ ആയി മാറിയത്.
ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ വലിയ പ്രപഞ്ചത്തിൽ തന്നെ സർഫസിൽ ലിക്വിഡ് വാട്ടർ ഉണ്ടെന്ന് ഉറപ്പുള്ള ഒരേ ഒരു ഗ്രഹം നമ്മുടെ ഭൂമി മാത്രമാണ്. ജീവന്റെ അടിസ്ഥാനമായ ജലം ആവിയാകാതെയും ഉറഞ്ഞു പോകാതെയും കാത്തു സൂക്ഷിക്കുന്ന ആ കൃത്യമായ അകലം, അതാണ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ഭൂമിയെ ഇന്നും ഒരു സജീവ ഗ്രഹമായി നിലനിർത്തുന്നത്. പക്ഷേ പെർഫെക്റ്റ് ആയ ഒരു നക്ഷത്രവും കൃത്യമായ ഒരു ഓർബിറ്റും കിട്ടിയത് കൊണ്ട് മാത്രം നമ്മൾ സേഫ് ആകുന്നില്ല. കാരണം ആദ്യകാലത്തെ സോളാർ സിസ്റ്റം ഒരു യുദ്ധഭൂമി പോലെയായിരുന്നു. ലക്ഷക്കണക്കിന് ആസ്ട്രോയിഡ്സും കോമറ്റ്സും ദിക്കറിയാതെ പാഞ്ഞു നടക്കുന്ന ഒരു ഭയാനകമായ അവസ്ഥ. നിരന്തരമായ ഈ കോസ്മിക് ക്രോസ് ഫയറിൽ ഇടിച്ചു തെറിക്കുന്ന ആ പാറക്കഷ്ണങ്ങളിൽ നിന്ന് നമുക്കൊരു സംരക്ഷണം കിട്ടിയില്ലെങ്കിൽ എത്ര പെർഫെക്റ്റ് ആയ സ്ഥലത്ത് നിന്നിട്ടും ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. ഇവിടെയാണ് നമ്മുടെ പ്ലാനറ്ററി ബോഡി ഗാർഡ്സ് വരുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ഈ യുദ്ധഭൂമിയിൽ നമ്മുടെ ഭൂമിയുടെ ബോഡി ഗാർഡ് മറ്റാരുമല്ല, സൗരയൂഥത്തിന്റെ വല്യേട്ടനായ ജൂപ്പിറ്റർ അല്ലെങ്കിൽ നമ്മുടെ വ്യാഴമാണ്. അതിശക്തമായ ഗ്രാവിറ്റി കാരണം ജൂപ്പിറ്റർ ഒരു കോസ്മിക് വാക്യൂം ക്ലീനർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഭൂമിയിൽ വന്നിടിച്ച് സർവനാശം വിതയ്ക്കാൻ കഴിവുള്ള ആസ്ട്രോയിഡുകളെ അത് തന്നിലേക്ക് വലിച്ചെടുത്ത് നമ്മളെയെല്ലാം സംരക്ഷിക്കുകയാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് അവയെ നമ്മുടെ ദിശയിലേക്കും റീഡയറക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഓവറോൾ വലിയ ഒരു ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് ആണ് ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ ഇല്ലായിരുന്നെങ്കിൽ നിരന്തരമായ ആസ്ട്രോയിഡ് ഇമ്പാക്ട് കാരണം ഭൂമിയുടെ മുകൾ ഭാഗം ഉരുകി ലാവാ പ്രവാഹങ്ങളും വിഷവാതകങ്ങളും നിറഞ്ഞ ഒരു നരകമായി മാറിയേനെ. ഈ സന്ദർഭത്തിൽ ഓർക്കുക, ഒരേ ഒരു ആസ്ട്രോയിഡാണ് ദശലക്ഷക്കണക്കിന് വർഷം ഭൂമി ഭരിച്ച ഡൈനോസർ എന്ന വംശത്തെ തന്നെ ഇല്ലാതെയാക്കിയത്. അങ്ങനെയുള്ള എത്രയോ മാരകമായ കോസ്മിക് മിസൈലുകളെയാണ് വ്യാഴം നമുക്ക് വേണ്ടി തടുക്കുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള ചന്ദ്രനാണ് ഒരുപക്ഷെ ഭൂമിയിലെ ജീവന്റെ പ്രധാന കാരണക്കാരൻ. ഓർക്കുക, ഭൂമിയും ചന്ദ്രനും രണ്ടല്ല, അതൊരു സിംഗിൾ സിസ്റ്റമാണ്. ഭൂമിയിലെ ജീവചക്രത്തിന്റെ പ്രധാന കാരണം ഇവിടെ മാറി മാറി വരുന്ന സീസൺസും ക്ലൈമറ്റ്സുമാണ്. അത് സാധ്യമാക്കുന്നത് ചന്ദ്രൻ കൃത്യമായി നിലനിർത്തുന്ന ഭൂമിയുടെ ആക്സിൽ ടിൽറ്റാണ്. ഭൂമിയുടെ ഭ്രമണ വേഗത കൺട്രോൾ ചെയ്യുന്നതും ചന്ദ്രനാണ്. മറ്റൊരു പ്രധാന കാര്യം കടൽ വെള്ളത്തിന്റെ ചലനമാണ്. വേലിയേറ്റങ്ങളും തിരമാലകളും ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ചന്ദ്രനാണ്. ജീവന്റെ അടിസ്ഥാന ഘടകങ്ങളായ കെമിക്കൽസിനെ സർക്കുലേറ്റ് ചെയ്തതും കടലിൽ ഉരുത്തിരിഞ്ഞ ആദ്യ ജീവികളെ കരയിലേക്ക് എത്തിച്ചതും ഈ ജലചലനങ്ങളാണ്. അതായത് സത്യത്തിൽ അത് നടത്തിയത് നമ്മുടെ ചന്ദ്രനാണ്. പക്ഷേ ബാഹ്യശക്തികളിൽ നിന്ന് നമ്മെ കാത്തു സൂക്ഷിക്കാൻ ഭൂമിക്കും സ്വന്തമായി ചില പ്രതിരോധ സംവിധാനങ്ങൾ ആവശ്യമായിരുന്നു. അതിൽ ഒന്നാമത്തെയാണ് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ്. ഭൂമിയുടെ കോറിൽ ഉരുകിമറിയുന്ന ഇരുമ്പിന്റെ വലിയൊരു ഭാഗമുണ്ട്. ഇത്
ഇതൊരു കൂറ്റൻ ഡൈനാമോ പോലെ പ്രവർത്തിച്ചാണ് ഭൂമിക്ക് ചുറ്റും അദൃശ്യമായ ആ കാന്തിക വലയം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. സൂര്യനിൽ നിന്നുള്ള മാരകമായ സോളാർ വിൻഡിനെ തടഞ്ഞു നിർത്തുന്നത് ഈ വലയമാണ്. ഇതില്ലായിരുന്നെങ്കിൽ ചൊവ്വാഗ്രഹത്തിന് സംഭവിച്ച പോലെ നമ്മുടെ അന്തരീക്ഷവും എന്നേ ശൂന്യാകാശത്തേക്ക് തൂത്തെറിയപ്പെട്ടേനെ. ജീവന്റെ ഒരു തുടിപ്പ് പോലും ഇവിടെ ബാക്കിയുണ്ടാകില്ലായിരുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഇൻവിസിബിൾ ഷീൽഡ് ആയിരുന്നെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള വായു, അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയർ, നമ്മുടെ മറ്റൊരു പ്രധാന ബോഡിഗാർഡാണ്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ചെറിയ മീറ്റേഴ്സും സ്പേസ് ഡിബ്രീസും ഭൂമിയിലേക്ക് പാഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുമ്പേ അറ്റ്മോസ്ഫിയറുമായി ഉരസി അവയെല്ലാം എരിഞ്ഞു തീരുന്നു. ആകാശത്ത് ഒന്ന് മിന്നി മറയുന്ന ഷൂട്ടിംഗ് സ്റ്റാറായി നമ്മൾ അതിനെ കാണുമ്പോൾ സത്യത്തിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ നമുക്ക് നേരെ പാഞ്ഞു വന്ന ഒരു കോസ്മിക് ബുള്ളറ്റിനെ എരിച്ചു കളയുകയാണ്. കൂടാതെ സ്പേസിലെ കൊടും തണുപ്പിൽ നിന്നും ഭൂമിയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഒരു ഇൻസുലേഷൻ ബ്ലാങ്കറ്റായും ഇത് പ്രവർത്തിക്കുന്നു. സൂര്യനിൽ നിന്നുള്ള ചൂടിനെ കൃത്യമായ അളവിൽ കെട്ടിനിർത്തി ഭൂമിയെ ഒരു ഐസ് ബോൾ ആകാതെ കാത്തു സൂക്ഷിക്കുന്നത് ഈ വായുമണ്ഡലമാണ്. ശരിക്കും പറഞ്ഞാൽ ബഹിരാകാശത്തെ ആ ശൂന്യതയ്ക്കും നമുക്കുമിടയിലുള്ള ഒരേ ഒരു നേർത്ത അതിർവരമ്പാണ് നമ്മുടെ ഈ അന്തരീക്ഷം. പക്ഷേ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ ചില ബിൽഡേഴ്സും വേണമായിരുന്നു. വോൾക്കാനോസ് അല്ലെങ്കിൽ അഗ്നിപർവ്വതങ്ങളെ നമ്മൾ നാശത്തിന്റെ രൂപമായിട്ടാണ് കാണുന്നത്. പക്ഷേ ആദ്യകാലത്ത് അവയായിരുന്നു ജീവന്റെ ശില്പികൾ. നമ്മുടെ ആദ്യത്തെ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വാട്ടർ വേപ്പറും ഗ്യാസും ഒക്കെ പുറത്തേക്ക് വിട്ടത് അവയാണ്. അഗ്നിപർവ്വതങ്ങൾ കരയിൽ അന്തരീക്ഷം പണിതപ്പോൾ കടലിന്റെ ആഴങ്ങളിൽ അവ ജീവന്റെ പരീക്ഷണശാലകൾ ഒരുക്കി. സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ഹൈഡ്രോതെർമൽ വെന്റ്സിൽ നിന്നുള്ള ചൂടും മിനറലുകളുമാണ് ഭൂമിയിലെ ആദ്യത്തെ ജീവകോശങ്ങൾക്ക് ജന്മം നൽകിയത് എന്ന് കരുതപ്പെടുന്നു. സൂര്യപ്രകാശം പോലും എത്താത്ത ആ ഇരുട്ടിൽ ഭൂമിയുടെ ഉള്ളിലെ ചൂടാണ് ജീവന്റെ ആദ്യത്തെ സ്പാർക്ക്. ആ വോൾക്കാനിക് പാസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഭൂമി വായുവില്ലാത്ത, ജീവനില്ലാത്ത ഒരു വെറും പാറയായേനെ. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു നിശബ്ദനായ ശില്പിയുണ്ട്: പ്ലേറ്റ് ടെക്ടോണിക്സ്. ഭൂമിയുടെ ഉപരിതലം പല തട്ടുകളായി തിരിഞ്ഞ് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചലനമാണ് സമുദ്രങ്ങളെയും വൻകരകളെയും രൂപപ്പെടുത്തിയത്. അതിലുമുപരി ഭൂമിയുടെ കാർബൺ ലെവൽ നിയന്ത്രിക്കുന്ന ഒരു പ്ലാനറ്ററി തെർമോസ്റ്റാറ്റായും ഇത് പ്രവർത്തിക്കുന്നു. അന്തരീക്ഷത്തിലെ ചൂട് കൂടാതെ പിടിച്ചു നിർത്തുന്നതും അത്യാവശ്യമായ പോഷകങ്ങൾ മണ്ണിലേക്ക് എത്തിക്കുന്നതും ഈ പ്ലേറ്റുകളുടെ ചലനമാണ്. പ്ലേറ്റ് ടെക്ടോണിക്സ് ഇല്ലായിരുന്നെങ്കിൽ ഭൂമി ഒന്നുകിൽ ചുട്ടുപഴുത്ത ഒരു ഗ്രഹമോ അല്ലെങ്കിൽ ഉറഞ്ഞ മഞ്ഞുപാളിയോ ആയി മാറിയേനെ. ബില്യൺ കണക്കിന് വർഷങ്ങൾ ജീവൻ
ഇരുളടഞ്ഞ കടലിന്റെ അടിത്തട്ടിൽ മാത്രം ഒതുങ്ങി നിന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ സൂര്യനിൽ നിന്നുള്ള മാരകമായ അൾട്രാവയലറ്റ് റേഡിയേഷൻ എപ്പോഴും പതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പതുക്കെ കടലിലെ സൂക്ഷ്മജീവികൾ ഓക്സിജൻ പുറത്തേക്ക് വിടാൻ തുടങ്ങി. ഈ ഗ്യാസ് അറ്റ്മോസ്ഫിയറിലേക്ക് ഉയർന്ന് കണ്ണുകൾക്ക് കാണാനാവാത്ത ഒരു കവചമുണ്ടാക്കി, ഓസോൺ ലെയർ. ഇതൊരു ഗോൾഡൻ ടിക്കറ്റ് ആയിരുന്നു. ഡെഡ്ലി ആയ റേഡിയേഷനെ അത് തടഞ്ഞു നിർത്തി ജീവനെ ഇരുളടഞ്ഞ കടലിൽ നിന്നും കരയിലേക്ക് വരാൻ സഹായിച്ചു. പക്ഷേ ഈ പ്രപഞ്ചം ഭയങ്കര ഹോസ്റ്റൈലാണ്. നമുക്ക് കിട്ടിയ ആ ജാക്ക്പോട്ട് തിരിച്ചെടുക്കാൻ അതെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഓരോ ദുരന്തവും, ഓരോ നിയർ മിസ്സും, ജൂപ്പിറ്റർ വലിച്ചെടുത്ത ഓരോ ആസ്ട്രോയിഡും, ചന്ദ്രൻ സൃഷ്ടിച്ച ഓരോ തിരമാലകളും, മാഗ്നറ്റിക് ഫീൽഡ് തടഞ്ഞു നിർത്തിയ ഓരോ ഡെഡ്ലി സോളാർ വിൻഡും, അറ്റ്മോസ്ഫിയർ എരിച്ചു കളഞ്ഞ ഓരോ മീറ്റിയേഴ്സും, ഓസോൺ ലെയർ ബ്ലോക്ക് ചെയ്ത ഓരോ അൾട്രാവയലറ്റ് കിരണങ്ങളും, പിന്നെ നമുക്ക് വളരാൻ സ്റ്റേജ് ക്ലിയർ ചെയ്തു തന്ന ഓരോ മഹാവംശനാശങ്ങളും, ഇതെല്ലാം തന്നെ തകർച്ചകളിൽ നിന്ന് രക്ഷപ്പെട്ട ആ ആദ്യകാല ഓർഗാനിസത്തെ കൂടുതൽ കോംപ്ലക്സ് ആക്കാൻ സഹായിച്ചു. ബില്യൺ കണക്കിന് വർഷങ്ങളുടെ ബ്രൂട്ടലായ ട്രയൽ ആൻഡ് എറർ വഴി സർവൈവൽ ഇൻസ്റ്റിങ്സ് മാറി കോൺഷ്യസ്നെസ് ആയി മാറി. നെർവസ് സിസ്റ്റങ്ങൾ ആകെ മാറി സെറിബ്രൽ കോർട്ടീസസ് ആയി രൂപപ്പെട്ടു. 13.8 ബില്യൺ വർഷങ്ങളുടെ പരീക്ഷണശാലയാണ് ഈ പ്രപഞ്ചം. ഒരു സാധാരണ ഗ്രഹത്തെ ട്രയൽ ആൻഡ് എറർ വഴി പലതവണ പാകപ്പെടുത്തി. അതിജീവനത്തിന്റെ കരുത്തുള്ള കോമ്പിനേഷനുകളെ മാത്രം അത് ബാക്കിയാക്കി. പലതവണ വയലന്റായി ആ ബോർഡ് റീസെറ്റ് ചെയ്യപ്പെട്ടു. ഒടുവിൽ അതിന്റെ എല്ലാം ബാക്കി പത്രമായി. അങ്ങനെ ഒരിക്കൽ ഒരു കൂട്ടം മാറ്റങ്ങൾ ബോധപൂർവമല്ലാതെ ഒന്നിച്ചു ചേർന്നു. സമുദ്രത്തിന്റെ അഗാധമായ ഇരുട്ടിൽ കോടിക്കണക്കിന് ആറ്റങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഒരു ഏകകോശ ജീവിയായി പിറവിയെടുത്തു. അവിടെ നിന്നും നീന്തി കരയിലെത്തി. അവിടെ നിന്നും ഇഴഞ്ഞു, 4 കാലിൽ നടന്നു, പിന്നെ 2 കാലിൽ നിവർന്നു നിന്നു. പ്രതിസന്ധികളെ നേരിട്ടു, ചോദ്യങ്ങൾ ചോദിച്ചു, ഉത്തരങ്ങൾ തേടി, കരയെയും കടലിനെയും കീഴടക്കി. ഇനി ആകാശം ലക്ഷ്യമാക്കി നിൽക്കുന്ന നിങ്ങൾ അല്ലെങ്കിൽ നമ്മളായി മാറി. നമ്മുടെ തലച്ചോർ ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ ഒരു സ്ക്രീനിന്റെ മുമ്പിലിരുന്ന് തിരിച്ച് ഈ പ്രപഞ്ചത്തോട് ചോദിക്കുന്നു, ഞാൻ എങ്ങനെ ഇവിടെ വന്നു? ആരാണ് ഞാൻ? സത്യത്തിൽ സ്വന്തം ചരിത്രം പഠിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ച ഏറ്റവും വലിയ അത്ഭുതമാവാം നിങ്ങൾ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഭാഗ്യമെന്നത് ഒരു യാഥാർത്ഥ്യമാണോ അതോ വെറും തോന്നലാണോ? ഈ പ്രപഞ്ചത്തിന്റെ 13.8 ബില്യൺ വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. ആ തോന്നലാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ യാഥാർത്ഥ്യം. ആ 2 അക്ഷരങ്ങളാണ് നിങ്ങൾക്കും എനിക്കും ഈ പ്രപഞ്ചം നൽകിയ ഏറ്റവും വലിയ സമ്മാനം.